അങ്ങനെ നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷത്തിലൂടെ സഞ്ചരിച്ച് യേശുവിന്റെ യെരുശലേമിലേക്കുള്ള ദീർഘയാത്രയുടെ അവസാനത്തിലെത്തിയിരിക്കുന്നു. അവൻ എത്തിച്ചേർന്നു. അവൻ ഒലിവുമലയിൽ നിന്നും ഒരു കഴുതയുടെ പുറത്തേറി നഗരത്തിലേക്ക് പോകുന്നു. ഈ ജനക്കൂട്ടമെല്ലാം ഉണ്ടാകുന്നു. കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവൻ എന്ന് ആളുകൾ പാടിക്കൊണ്ടിരുന്നു. അവർ തങ്ങളുടെ വസ്ത്രങ്ങൾ താഴെ അവന്റെ മുമ്പിൽ വിരിക്കുന്നു. അതെ, എന്തിനാണ് ഈ രാജകീയ പരിചരണങ്ങളൊക്കെ? ഒരു നാൾ ദൈവം തന്നെ സ്വയമായി വന്ന് തന്റെ ജനത്തെ രക്ഷിച്ച് ലോകത്തെ ഭരിക്കുമെന്ന് ഇസ്രായേലിന്റെ പുരാതന പ്രവാചകന്മാർ വാഗ്ദാനം ചെയ്തിരുന്നു. മറ്റു അവസരങ്ങളിൽ പ്രവാചകന്മാർ യെരുശലേമിലേക്ക് വരുവാനുള്ള ഒരു രാജാവ് നീതിയും സമാധാനവും കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നു. യേശു താൻ ഈ രാജാവാണെന്ന് പ്രത്യാശ സജീവമാക്കിയതിനാൽ എല്ലാവരും ഉല്ലസിക്കുകയാണ്. പക്ഷേ എല്ലാവരുമല്ല. യേശു തങ്ങളുടെ അധികാരത്തിന് ഭീഷണിയാണെന്ന് മതനേതാക്കൾ കരുതുന്നു. അതിനാൽ അവർ സന്തുഷ്ടരായിരുന്നില്ല. എന്നാൽ അതിലും ശ്രദ്ധേയമായ കാര്യം യേശു തന്നെ അസ്വസ്ഥനാകുന്നു എന്നുള്ളതാണ്. വരുന്ന വഴിയിൽ അവൻ യഥാർത്ഥത്തിൽ കരയുകയാണ്. അതെ, എന്തിനാണത്? കാരണം സംഭവിക്കുവാൻ പോകുന്നത് യേശു അറിഞ്ഞിരുന്നു. താൻ ഇസ്രായേലിന്റെ രാജാവായി അംഗീകരിക്കപ്പെടുകയില്ലെന്ന് അവന് അറിയാമായിരുന്നു. ഇസ്രായേൽ ഒരു നാശകരമായ പാതയിലൂടെ സഞ്ചരിക്കുമെന്നും ദരിദ്രരെ അവഗണിക്കുകയും അവരുടെ റോമൻ പീഡകർക്കെതിരെ മത്സരിക്കുകയും ചെയ്യുമെന്ന് അവൻ മനസ്സിലാക്കി. അത് മരണത്തിലേക്ക് നയിക്കുമെന്നും അവൻ അറിഞ്ഞിരുന്നു. അത് അവന് ഹൃദയഭേദകമാണ്. അത് അവനെ കോപിപ്പിക്കുകയും ചെയ്യുന്നു. അവൻ യെരുശലേമിൽ ആദ്യം ചെയ്യുന്നത് ആലയമുറ്റത്ത് കടന്നു ചെന്ന് പണവിനിമയക്കാരെ പുറത്താക്കി യാഗക്രമത്തെ മുഴുവനായും തടസ്സപ്പെടുത്തുന്നു. അതെ, അവനൊരു പ്രവാചക പ്രതിഷേധം നടത്തുകയാണ്. അവൻ ആലയമുറ്റത്തിന് നടുവിൽ നിന്നുകൊണ്ട് ഇസ്രായേലിന്റെ പഴയകാല പ്രവാചകന്മാരുടെ വാക്കുകളെ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു. ഇത് ഒരു ആരാധനാ സ്ഥലമായി കരുതപ്പെടുന്ന സ്ഥലമാണ്. എന്നാൽ നിങ്ങൾ ഇതിനെ മത്സരികളുടെ ഒരു ഗുഹയാക്കിയിരിക്കുന്നു. മത്സരികളുടെ ഗുഹയോ? അതെ, അവൻ ഇരമ്യ പ്രവാചകന്റെ വാക്കുകളെ ഉദ്ധരിക്കുകയാണ്. താൻ ഒരിക്കൽ ഇതേ സ്ഥലത്ത് ഇസ്രായേലിന്റെ മതരാഷ്ട്രീയ കേന്ദ്രത്തിൽ നിന്നുകൊണ്ട് ഇസ്രായേൽ നേതാക്കന്മാരെ ഇതേ രീതിയിൽ, അതായത് അവരെ മത്സരികളും കോട്ടവുമുള്ളവരെന്ന് വിമർശിച്ചു. ഇപ്പോൾ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവുകയും അവനെ ഇല്ലാതാക്കുവാൻ ആലോചന തുടങ്ങുകയും ചെയ്യുന്നു. അത് യേശുവിനെ അത്ഭുതപ്പെടുത്തിയില്ല. വാസ്തവത്തിൽ ഇതെല്ലാം പെസഹയിൽ സംഭവിക്കുവാനാണ് അവൻ പദ്ധതിയിട്ടത്. യഹൂദന്മാരുടെ വിശുദ്ധ ആഴ്ചയാണിത്. ദൈവം അവരെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ഉടമ്പടി ബന്ധത്തിലേക്ക് അവരെ ക്ഷണിക്കുകയും ചെയ്തതിന്റെ പുരാതന ചരിത്രത്തെ ആഘോഷിക്കുന്നതാണിത്. അതിനാൽ വരുവാനുള്ള തന്റെ മരണത്തിന്റെ അർത്ഥത്തെ വെളിപ്പെടുത്തുവാൻ അവൻ പെസഹയെ പ്രതീകങ്ങളായി ഉപയോഗിക്കുന്നു. നുറുക്കപ്പെട്ട അപ്പം യാഗമാക്കപ്പെട്ട അവന്റെ ശരീരമായിരുന്നു. വീഞ്ഞ് അവന്റെ രക്തമായിരുന്നു. അത് ദൈവത്തിനും ഇസ്രായേലിനുമിടയിൽ ഒരു പുതിയ ഉടമ്പടി ബന്ധത്തെ സ്ഥാപിക്കുന്ന ഒന്നായിരുന്നു. യേശു തന്റെ ജനത്തിനു വേണ്ടി മരിക്കാനും മുന്നോട്ടുള്ള ഒരു പുതിയ വഴി തുറക്കാനും പോകുകയായിരുന്നു. അത്താഴത്തിനു ശേഷം യേശു തന്റെ ശിഷ്യന്മാരെയും കൂട്ടി പ്രാർത്ഥനയ്ക്കായി ഒരു തോട്ടത്തിലേക്ക് പോകുന്നു. എന്നാൽ അവൻ തന്റെ ജീവനെ യാഗമാക്കുന്നതിന് പകരം അതിനെ രക്ഷിക്കുന്നതിനുള്ള മനുഷ്യന്റെ സ്വാഭാവികമായ ആഗ്രഹവുമായി പോരാടുന്നു. എന്നാൽ ഈ പ്രലോഭനത്തെ അവൻ തരണം ചെയ്യുന്നു. ഇവിടെ വെച്ചാണ് മതനേതാക്കന്മാർ ആലയ കാവൽക്കാരോടൊപ്പം അവനെ കണ്ടെത്തി ബന്ധിക്കുന്നത്. അന്ന് യെരുശലേം റോമാ സാമ്രാജ്യത്തിന്റെ ഭരണത്തിലായിരുന്നു. അതിനാൽ ദൈവാലയ നേതാക്കന്മാർക്ക് റോമൻ ഗവർണറായിരുന്ന പൊന്തിയസ് പീലാത്തോസിന്റെ അനുവാദമില്ലാതെ വധശിക്ഷ നൽകുവാൻ കഴിയുമായിരുന്നില്ല. അതിനാൽ അവർ യേശു റോമാ സാമ്രാജ്യത്തിനെതിരായി കലാപത്തിന് ശ്രമിക്കുന്ന ഒരു വിമത രാജാവാണെന്ന കുറ്റം ആരോപിക്കുന്നു. പീലാത്തോസ് യേശുവിനോട് ചോദിക്കുന്നു, നീ യഹൂദന്മാരുടെ രാജാവോ? യേശു മറുപടിയായി, നീ അങ്ങനെ പറയുന്നുവല്ലോ. യേശു നിരപരാധിയാണെന്നും മരണത്തിന് യോഗ്യനല്ലെന്നും പീലാത്തോസിന് മനസ്സിലായി. പക്ഷേ അവൻ അപകടകാരിയാണെന്ന് നേതാക്കന്മാർ പിന്നെയും വാദിച്ചുകൊണ്ടിരുന്നു. അതിനാൽ അവർ ഒരു ഒത്തുതീർപ്പ് ചർച്ച നടത്തുന്നു. യേശുവിന് പകരം പീലാത്തോസ് റോമിനെതിരെ പ്രവർത്തിച്ച ബറബ്ബാസ് എന്ന ഒരു യഥാർത്ഥ വിമതനെ മോചിപ്പിക്കും. അങ്ങനെ ആ നിരപരാധി കുറ്റവാളിയുടെ സ്ഥാനത്തേക്ക് ഏൽപ്പിക്കപ്പെട്ടു. യേശുവിനെ കുറ്റാരോപിതരായ മറ്റ് 2 കുറ്റവാളികളോടൊപ്പം കൊണ്ടുപോയി റോമൻ വധശിക്ഷാ ഉപകരണത്തിന്മേൽ ആണിയാൽ തറച്ചു. ആളുകൾ അവനെ പരിഹസിക്കുകയാണ്. ഹേയ്, നീ മശിഹ രാജാവാണെങ്കിൽ നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക. എന്നാൽ യേശു അവസാനത്തോളം തന്റെ ശത്രുക്കളെ സ്നേഹിച്ചു. തന്റെ അരികിൽ മരിക്കുന്ന കുറ്റവാളികളിൽ ഒരാൾക്ക് അവൻ പ്രത്യാശയും നൽകി. തന്നെ കൊലയ്ക്ക് ഏൽപ്പിച്ചവർക്ക് വേണ്ടിയും അവൻ പ്രാർത്ഥിച്ചു. പിതാവേ, അവർ എന്താണ് ചെയ്യുന്നതെന്ന് അവർ അറിയായികയാൽ അവരോട് ക്ഷമിക്കണമേ. ഒരു നിരപരാധി ഒരു രാജ്യദ്രോഹിയെ പോലെ മരിച്ച ആ സമയം ആകാശം ഇരുണ്ടുപോയി. യേശു ഇസ്രായേലിന്റെ സങ്കീർത്തനങ്ങളിലെ പിതാവേ, ഞാൻ എന്റെ ആത്മാവിനെ തൃക്കൈയിൽ ഭരമേൽപ്പിക്കുന്നു എന്ന പുരാതന വാക്കുകൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. അതിനുശേഷം യേശു മരിച്ചു, നിരപരാധിയായി, ഏകനായി.